എറണാകുളത്ത് മാല മോഷ്ടിച്ചു എന്നാരോപിച്ച യുവതിക്ക് ക്രൂരമർദ്ദനം. എറണാകുളം ആലങ്ങാട് സ്വദേശി ജോമോൾക്കാണ് മർദ്ദനമേറ്റത്. സഹോദരൻ ജെയ്സണും ഭാര്യയും ചേർന്ന് യുവതിയെ മർദ്ദിച്ചു എന്നതാണ് പരാതി. സംഭവത്തിൽ ജെയ്സണും ഭാര്യ റെയ്നയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തു. കുറച്ചു നാളുകളായി ജെയ്സണും ജോമോളും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ജോമോളുടെ മേൽ ഒരു സ്വർണം മോഷണമാരോപണം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജോമോൾ പോലീസിൽ പരാതി നൽകുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും തലയിലടക്കം ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തെന്ന് യുവതി പറയുന്നു. അതേസമയം മോഷ്ടിച്ചെന്ന് പറഞ്ഞ മാല മുക്കുബണ്ഡമാണെന്ന് പോലീസ് കണ്ടെത്തി. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിൽ യുവാവിനെ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തി. തിരുവനന്തപുരം സ്വദേശി മുജീബാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. മുജീബിനൊപ്പം ജോലി ചെയ്തിരുന്ന 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുളന്തുരുത്തിക്ക് സമീപത്തെ പാടശേഖരത്തിലെ ഷെഡിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. പ്രതികൾ 3 ചേർന്ന് മദ്യപിക്കുന്നതിനിടെ മുജീബ് അവിടെ എത്തുകയായിരുന്നു. പിന്നീടുണ്ടായ തർക്കത്തിൽ കയ്യിലുണ്ടായിരുന്ന വാക്കത്തി കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. വീണുകിടന്ന മുജീബിനെ അവിടെ ഉപേക്ഷിച്ച 3 സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു. പിന്നീട് സമീപവാസികളാണ് മരിച്ചു കിടക്കുന്ന മുജീബിനെ കണ്ടെത്തുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ IT ജീവനക്കാരായ 2 പേർക്ക് ജീവൻ നഷ്ടമായ ബൈക്ക് അപകടത്തിൽ നിർണായക വഴിത്തിരിവ്. കാർ ഇടിച്ചാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ കാർ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച പാസലൂരിലെ ടോളിന് സമീപമാണ് അപകടമുണ്ടായത്. ആദ്യം ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് അപകടം സംഭവിച്ചു എന്നതായിരുന്നു നിഗമനം. എന്നാൽ ബൈക്കിൽ കണ്ടെത്തിയ കാറിന്റെ പെയിന്റും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാണ് കാർ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മാറനല്ലൂർ സ്വദേശിയായ കാർ ഡ്രൈവർ വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഭയന്നതിനാലാണ് വാഹനം നിർത്താതെ പോയതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. ഏപ്രിലിൽ ന്യൂസിലാൻഡുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് സന്ദർശനം. 1986 ഒക്ടോബറിൽ രാജീവ് ഗാന്ധിക്ക് ശേഷം ന്യൂസിലാൻഡ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. സന്ദർശനവേളയിൽ സാമ്പത്തിക വ്യാപാര വാണിജ്യ ഇടപെടലുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ചർച്ച നടത്തും. ഓക്ലാൻഡിൽ വെച്ചായിരിക്കും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. പ്രതിപക്ഷ നേതാവ് ക്രിസ് ഹപ്പിങ്സണുമായും മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഓക്ലൻഡിലെ പ്രമുഖ വ്യവസായികളുമായും കായിക താരങ്ങളുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ശനിയാഴ്ച ന്യൂസിലാൻഡിലെ മവോറി വിഭാഗത്തിന്റെ പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. കിയാ മോദി എന്ന ഈ പരിപാടിയിൽ 10,000-ലധികം ആളുകൾ പങ്കെടുക്കും. ഇന്തോനേഷ്യയിൽ ആരംഭിച്ച ഓസ്ട്രേലിയ വഴി തുടരുന്ന പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന ഘട്ടമാണ് ന്യൂസിലാൻഡ് സന്ദർശനം. തിരുവനന്തപുരം വിതുരയിൽ 5-അംഗ സംഘം സ്കൂട്ടർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു. തോട്ടമുക്ക് സ്വദേശി സുരേഷിനാണ് മർദ്ദനമേറ്റത്. റോഡിന് കുറുകെ പാർക്ക് ചെയ്ത സ്കൂട്ടർ മാറ്റുന്നതിനായി സ്കൂട്ടറിലെത്തിയ സുരേഷ് ഫോൺ മുഴക്കിയതിനെ ആണ് പ്രകോപനത്തിന് കാരണം. സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാർ സുരേഷിനെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി.
അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ക്രൂരമായി തന്നെ ഒരു മർദ്ദനമാണ് ഈ ഒരു സുരേഷിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തിരുവനന്തപുരം വിതുരയിലാണ് ഇത്തരത്തിൽ 5 അംഗ സംഘം സ്കൂട്ടർ യാത്രികന് നേരെ ക്രൂരമർദ്ദനം നടത്തിയത്. അതായത് സ്കൂട്ടർ യാത്രികൻ വഴിയിലൂടെ സഞ്ചരിക്കവേ കുറുകെയിട്ട വാൻ മാറ്റുന്നതിനായി ഫോൺ അടിച്ചതാണ് ഈ 5 അംഗ സംഘത്തെ പ്രകോപിപ്പിച്ചത്. ഈ പ്രകോപനത്തെ തുടർന്ന് ഇവർ ഈ സ്കൂട്ടർ യാത്രികനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ഇത്തരത്തിൽ ഈ സ്കൂട്ടർ യാത്രികൻ ഈ ആക്രമണത്തെ തുടർന്ന് വണ്ടി കയറ്റുന്നുണ്ട്. തുടർന്ന് ഈ അക്രമി സംഘം പുറകെ എത്തി അവിടെ വെച്ചും ഇത്തരത്തിൽ സ്കൂട്ടർ യാത്രികനായ സുരേഷിനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നുണ്ട്. ഈ പെട്രോൾ പമ്പ് ജീവനക്കാർ എത്തിയാണ് പിന്നീട് ഈ സുരേഷിനെ 5 അംഗ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ ഫോൺ അടിച്ചതാണ് ഇത്തരത്തിൽ ഈ 5 അംഗ സംഘത്തെ പ്രകോപിപ്പിച്ചത്. ഈ വഴിക്ക് കുറുകെ ഇവർ സഞ്ചരിച്ചിരുന്ന വാൻ നിർത്തിയിട്ട് ഈ 5 അംഗ സംഘം മറ്റാരോ ആയിട്ട് സംസാരിക്കുകയായിരുന്നു. ഇതിനെതിരെ വന്ന സുരേഷാണ് ഇത്തരത്തിൽ ഹോൺ അടിച്ചത്. ഈ ഹോൺ അടിച്ചത് ഇവരെ പ്രകോപിപ്പിച്ചു എന്നാണ് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ ക്രൂരമർദ്ദനം നടന്നത്. ശരി, എന്തായാലും വിതുരയിലാണ് 5 അംഗ സംഘം സ്കൂട്ടർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തോട്ടുമുക്ക് സ്വദേശി സുരേഷിനാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.